പുഴേൻ്റെ കുളം കണ്ടോ? എല്ലാം വൃത്തിയാക്കി ആമ്പലൊക്കെ ഇട്ടു. വീണ്ടും കൊണ്ട് ഇട്ടു കേട്ടോ ആമ്പലം. മറ്റേ ചെറിയൊരു കുളം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം നല്ല തെളിഞ്ഞ്, ഏകദേശം തെളിഞ്ഞ് കിടക്കുവാണ്. പക്ഷേ ഭയങ്കര ഇടിയും ഒക്കെ കേൾക്കുന്നുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ദൂരം പെയ്യുന്ന ഒരു സ്വരവും കേൾക്കുന്നുണ്ട് കേട്ടോ. മഴ ഇങ്ങ് പെയ്തു വരുന്ന ഒരു സ്വരം ഉണ്ടല്ലോ, അത് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മഴ പെയ്യും. ഞാൻ ഈ കുളമൊന്ന് നോക്കുമായിരുന്നു മഴയ്ക്ക് മുമ്പേ. ഇപ്പം 2-3 ദിവസമായി മഴ പെയ്തിട്ട് ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ എൻ്റെ ഓർക്കിഡ്സൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു, ഒരു സൈഡിലോട്ടാക്കി വെക്കുമായിരുന്നു. അതിന് ഒട്ടും ചൂടേൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് പാമ്പ് വന്ന് രാവിലെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ ലവ് ബേർഡ്സിൻ്റെ കൂടിൻ്റെ അവിടെയോട്ട് ചേര ഏതാണ്ട് വന്നു. അപ്പം എൻ്റെ കിറ്റി നോക്കിയായും ജർമ്മനും ഒക്കെ കൂടി ഓടിച്ച് റോഡിനപ്പുറം കടത്തി വിട്ടെന്ന്. അപ്പോൾ അവർ വരും. ഇതിനകത്ത് വെള്ളം കുടിക്കാൻ വരാൻ സാധാരണയാണ്, കഴിഞ്ഞ വർഷമൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വലയിൽ വന്ന് കുടുങ്ങും. അപ്പം വലയോടെ ഞാൻ കട്ട് ചെയ്ത് വിടുമായിരുന്നു ഈ പ്രാവശ്യം. എന്നിട്ട് വല ഞാൻ നല്ലപോലെ ഉയർത്തിയിട്ടു. ഇപ്പം വെള്ളം വന്ന് കുടിച്ചിട്ട് അവരതങ്ങ് പൊക്കോളും. പക്ഷേ ഈടെയൊന്നും കാണാറില്ല കേട്ടോ. ഇന്ന് രാവിലെ കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്ന് നോക്കിയത്, ഇനി കുളത്തിലെങ്ങാനും വന്നിട്ടുണ്ടോ എന്തോന്നറിയാൻ വേണ്ടി. അപ്പോൾ നടക്കില്ല. അപ്പം ഈ പട്ടി പൂച്ച ഒക്കെ വളർത്തുന്നത് നല്ലതാണ്. എലിയും പാമ്പിനെയും ഒക്കെ അവർ പെട്ടെന്ന് കണ്ടുപിടിച്ച് ഓടിച്ചൊക്കെ വിടും. അപ്പോൾ ദാണ്ട മഴത്തുള്ളികൾ വന്ന് വീഴാൻ തുടങ്ങി കേട്ടോ. പെയ്തും കഴിഞ്ഞു. ദാണ്ട പെയ്ത് നല്ല മഴയായി. അപ്പോൾ ഓർക്കിഡ്സൊക്കെ റെഡിയാക്കി വെക്കാനായിട്ട് കുറച്ചൊക്കെ ചെയ്തു. പക്ഷെ നല്ല മഴയായിരുന്നു, ഭയങ്കര ഇടിയും ഒക്കെ ആയിരുന്നു കേട്ടോ, മിന്നലും ഒക്കെ. മഴ ചെറുതായിട്ട് കുറഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നോക്കിയ ഇതാ ഒരു റോബിൻ പക്ഷിയുടെ കുഞ്ഞിനെയും കൊണ്ടുവന്നിരിക്കുന്നു. പൊന്നാപ്പിക്കിളി റോബിൻ പക്ഷി കേട്ടോ, ഇതിന്റെ പേര് റോബിൻ എന്നാണേ. അപ്പൊ ഈ പക്ഷിയുടെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഞാൻ ഏതായാലും അവിടെ വായിന്ന് അതിനെ രക്ഷിച്ചു കേട്ടോ. അത് പറന്നുപോയി. ഇങ്ങനെ ഇടയ്ക്ക് എലിയെ പിടിക്കും, ഇങ്ങനെ പക്ഷി കുഞ്ഞുങ്ങളെ, പിന്നെ കരിയില പക്ഷിയൊക്കെ പിടിച്ചോണ്ട് വരും നമ്മുടെ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ ബുൾബുളിന്റെ, നമ്മുടെ എന്താ പറയുന്നത്, അതിൻ്റെയൊക്കെ ഇതിനെ പിടിച്ചോണ്ട് വരും. അപ്പൊ രാവിലെ ഹസ്ബൻഡ് പറയുന്ന കേട്ടു, രാവിലെ ലവ് ബേർഡ്സിന്റെ കൂടിൻ്റെ അരികെ ഒരു ചേര വന്നെന്ന്. അപ്പം കിറ്റി നോക്കിയായും ജർമ്മനും എല്ലാം കൂടി ഓടിച്ച് റോഡിനപ്പുറം കടത്തി വിട്ടു. അതുകൊണ്ട് പട്ടിയൊക്കെ വളർത്തുന്നത് നല്ലതാണ് കേട്ടോ. അവര് നമ്മുടെ പരിസരമെല്ലാം അവരൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അവരിങ്ങനെ ഇറങ്ങി നടന്നതിനെയൊക്കെ ഓടിക്കും. അതുകൊണ്ട് പൂച്ചയും പട്ടിയൊക്കെ വളർത്തണം കേട്ടോ. എലിയും പല്ലിയും പാറ്റായും ഒക്കെ പൂച്ച
പിടിക്കുമല്ലോ. നാടൻ പൂച്ചകൾ കേട്ടോ, മറ്റേ പൂച്ചകളുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റേത് നാടനാണ്. അതുകൊണ്ട് അവര് എലിയും പൂച്ചയും ഒക്കെ പിടിക്കും. എലിയും പൂച്ചയല്ല, എലിയും പല്ലിയും ഒക്കെ പിടിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഓർക്കിഡ്സ് നിരവധി മഴ കഴിഞ്ഞ് എൻ്റെ കുളം നോക്കിക്കൊണ്ട്, മുമ്പേ കണ്ട കുളമാണോ ഇതൊന്നും? എൻ്റെ നിറച്ച് വെള്ളമായി, അത്രയ്ക്ക് മഴയായിരുന്നു. വെള്ളത്തിന്റെ തെളിമയെല്ലാം പോയി കേട്ടോ. ഓരോ തുള്ളി വീഴുന്നുണ്ടോ, ചെറിയ ചാറ്റൽ മഴയുണ്ടേ, എന്നാലും മുറ്റത്തൂടെ നടക്കാനൊരു സുഖം. അപ്പൊ ഞാനതുകൊണ്ട് ചെറിയ ചാറ്റൽ മഴയിൽ കൂടി ഇങ്ങനെ മുറ്റത്തുകൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. കാരണം 2 ദിവസം കൊണ്ട് എന്തോ ചൂടായിരുന്നു ഇവിടെ, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിന്റെ ടൈഗും ഇങ്ങനെ കയറി നടക്കുന്നത് കണ്ടോ. ടൈഗുനെ വൈകുന്നേരങ്ങളിൽ അഴിച്ചു വിടുവേ, അല്ലാതെ അതിന്റെ ജർമ്മൻ എന്ന് പറയുന്ന വേറെ ഇത് വന്നു പോകുന്ന, അവന് ഇവിടുത്തെ കാവൽക്കാരനാ കേട്ടോ. ആരെയും കയറ്റത്തില്ല, നാളിലോട്ട് കൂട്ടിലോട്ട് പിടിച്ചിടാനും പറ്റത്തില്ല. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കയറി നടക്കുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവര് കണ്ടുപിടിക്കും, അവർ ഓടിക്കും. അപ്പൊ അതുകൊണ്ട് പട്ടിയും പൂച്ചയൊക്കെ വളർത്തണം. ഇപ്പം 3-4 ദിവസം കൊണ്ട് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പൊ ഈ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോഴേക്കും നന്നായിട്ടൊരു തണുപ്പൊക്കെ വീണു. വൈകുന്നേരം രാവിലെ 8 മണിയാകുമ്പോഴേക്കും വീണ്ടും ചൂട് തുടങ്ങും, അത് വേറെ കാര്യം. എന്നാലും വൈകുന്നേരം സമയം ഒരു നല്ല രസമായി. ഇപ്പം 5 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. 3:30 തുടങ്ങിയ മഴയാണ്. ഇന്നലെ ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. ഇന്ന് പക്ഷേ വൈകുന്നേരം മഴ പെയ്തില്ല കേട്ടോ. പെയ്തോന്ന് വെച്ചാൽ ചെറുതായിട്ട് ചാറിയതേ ഉള്ളൂ, പക്ഷെ പെയ്തില്ല. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടുള്ളതാ. 2-3 ദിവസം കൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. എന്റെ വീഡിയോ കാണാനൊന്നുമില്ല, ആരെങ്കിലും ഒക്കെ കണ്ടെങ്കിലായി. അതല്ല, അതുകൊണ്ടാ ഇതിന്റെ ഒരു രസം. എനിക്കൊരു രസമാണ് എന്റെ ചെടികളോ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കാണട്ടെ, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉണ്ടാകട്ടെ. ഡെൻഡ്രോബിയം, ഫെലിഡോപ്സിസും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം വെയിലേറ്റ് വാടിക്കൊഴഞ്ഞിരിക്കുവായിരുന്നു. ഏതായാലും ഇപ്പം നല്ല ഉഷാറായി കേട്ടോ. തണലത്തോട്ടൊക്കെ മാറ്റി, അങ്ങനെ ഞാൻ എൻ്റെ ഡെൻഡ്രോബിയത്തിന്റെയും ഫെലിഡോപ്സിസിന്റെയും ഒക്കെ സ്ഥലം മാറ്റി എല്ലാം നല്ലപോലെ ആക്കി വെച്ചു. ഇനി ഈ ഉണക്കിയ ഇല കാണുന്നില്ലേ, ആ ഷെഡ്യൂടെ നന്നാക്കണം. അത് ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് നന്നാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കാനും പിന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ സമയം വേണം. വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അത് എഡിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സമയം എടുക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഒത്തിരി പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് കുറെ പണികളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുവാണ്. കാരണം 2018 ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയായിരുന്നു. 2 ദിവസം ഒച്ചങ്കോല റിയിലാണ് കറങ്ങിപ്പോയത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം മോശമായിട്ട് കിടക്കുമായിരുന്നു. കാരണം ടൈലൊന്നും അല്ലായിരുന്നു, തറയോടായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തറയോടെല്ലാം അതിൻ്റെ നല്ല ടൈലിടാൻ പോവാണ്. കാരണം ഇനിത്തെ മഴക്കാലം ഇനി എന്നാ വെള്ളം പൊങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പച്ചങ്കവിലാറിന് ഇതിലേ വരണമെന്ന് തോന്നിയാലേ, അതുകൊണ്ട് ഇന്ന് ടൈലൊക്കെ ഇട്ടേക്കാം. അതുകൊണ്ട് വീടിൻ്റെ അകത്തെല്ലാം പണിയായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.